നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും കൽപ്പനയെക്കുറിച്ചും ഉർവശിയെക്കുറിച്ചും എന്റെ പേടി അങ്ങനെ പെട്ടെന്ന് തീരുന്നതല്ല. ഒന്ന് പോ മുത്തശ്ശി. ഇപ്പൊ ഏട്ടത്തി പറയുന്ന വാക്കുകൾ വിശ്വസിക്കാമെന്നാ എനിക്ക് തോന്നുന്നത്. വരുണും രാധികയും പരസ്പരം സ്നേഹിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ കാണുമ്പോ എന്നും ഞാൻ പറയുന്നൊരാഗ്രഹമാ, സൂര്യയും കൽപ്പനയും ഇങ്ങനെ ആയിരുന്നെങ്കിലോ എന്ന്. ആ, ചിലപ്പോ അതിന് ദൈവം ഒരരങ്ങൊരുക്കി തന്നതാവും. എന്തായാലും കൽപ്പനെ, വാക്കുകൊണ്ടല്ല ജീവിതം കൊണ്ടാ നീ ചില കാര്യങ്ങൾ തെളിയിക്കേണ്ടത്. എടത്തി, കണിമംഗലം പരമേശ്വരൻ ഒരിക്കൽ അതിസമ്പന്നനായിരുന്നു. ഇപ്പോ അതിദരിദ്രനാ. ഈ രണ്ടവസ്ഥകളിലും അച്ഛനെ ഏട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണിമംഗലം പരമേശ്വരൻ എന്ന അഭിമാനമുള്ള പേര് അവിടെ അങ്ങ് ഉറച്ചു കിടക്കും. നമുക്കും അതൊക്കെ തന്നെ വേണ്ടത്. എത്ര തകർന്നു പോയാലും ആത്മാഭിമാനമുള്ള ഒരു മനസ്സ്. ഇപ്പൊ എനിക്കതുണ്ട് വരും. പണ്ട് എന്റെ ഏറ്റവും വലിയ അഹങ്കാരം ഞാൻ കൽപ്പനയാണെന്നുള്ളതായിരുന്നു. ഇപ്പൊ എനിക്കറിയാം അതിനെ കറിവേപ്പിലയുടെ പോലും വിലയില്ലെന്ന്. ഇപ്പൊ ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് നീ കണിമംഗലത്തെ സൂര്യയുടെ ഭാര്യയാണെന്ന്. അത് അത്യാവശ്യം അഭിമാനിക്കാവുന്നൊരു പേരാ. നല്ല കാര്യം ഏട്ടത്തി. ഏട്ടത്തി ഇത്ര നന്നായിട്ട് ചിന്തിക്കുന്നുണ്ടല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഏട്ടത്തി, അതെ, ഗൗതമിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികാര ബുദ്ധി ഉണ്ടായില്ലേ? ഉണ്ടായില്ലെന്താ, ചോദിക്കാൻ എനിക്ക് എന്റെ ഭർത്താവില്ലേ, അത് മതി. മുത്തശ്ശി, ഞാൻ ഇറങ്ങട്ടെ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ ഇതാരെയും കാണിക്കാനല്ല. കണിമംഗലത്തെ മുത്തശ്ശിയുടെ മുന്നില് മനസ്സറിഞ്ഞ് കുമ്പിട്ടതാ. പോട്ടെ, വരും, ഇറങ്ങട്ടെടാ. രാധി, ശരി. ഇത് മനസ്സറിഞ്ഞ് സത്യസന്ധമായ മാറ്റമാണെങ്കിൽ അത് അംഗീകരിക്കണം. അപ്പോഴും അതിന്റെ കാരണക്കാരി എന്റെ മോളാ. ഞാനല്ലല്ലോ മുത്തശ്ശി, ദൈവമല്ലേ ഇതിന്റെയൊക്കെ കാരണക്കാരൻ. ഞാൻ ചിന്തിക്കുന്നതിനനുസരിച്ച് ലോകം കറങ്ങോ? ദൈവം വിചാരിക്കണ്ടേ? എനിക്ക് ചെയ്യാവുന്ന ചെറിയൊരു കടമയുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തു. ബാക്കിയെല്ലാം ദൈവത്തിന്റെയും കാലത്തിന്റെയും കയ്യില്.